ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ മുന്നോടിയായി അന്തരീക്ഷച്ചുഴി രൂപപ്പെട്ടു. തെക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്ത് കിഴക്കായി അന്തരീക്ഷച്ചുഴി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. മേഖലയിൽ നാളെയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇത് കേരളത്തിൽ മഴ നൽകിയേക്കുമെന്നും ദിവസങ്ങൾക്ക് മുൻപ് ടുനെറ്റ് ന്യൂസ് പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ശ്രീലങ്കയിലും ആൻഡമാൻ ദ്വീപിലും ഇന്തോനേഷ്യയിലെ ബൻഡെ ആച്ചയിലും ഈ സിസ്റ്റം മഴ നൽകാൻ സാധ്യതയുണ്ടെന്നാണ് മെറ്റ്ബീറ്റ് വെതർ പറയുന്നത്. കേരളത്തിലും ഈ മാസം 21 ശേഷം ന്യൂനമർദ്ദം കാരണം മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. അതേസമയം സംസ്ഥാനത്ത് മഴ വരുന്നതിന്റെ സൂചനയുമായി ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ചില ജില്ലകളിൽ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ ബുധനാഴ്ച 2 ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഗ്രീൻ അലർട്ട് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലായി കൂടുതൽ ജില്ലകളിൽ അലർട്ട് പ്രതീക്ഷിക്കാം. സിസ്റ്റം എത്രത്തോളം മഴ എവിടെയെല്ലാം നൽകുമെന്ന് അടുത്ത ദിവസങ്ങളിലായി വ്യക്തമാകും. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.